അസ്സലാമു അലൈക്കും. മുന്നൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ, റാഹത്തല്ലേ? അൽഹംദുലില്ലാ, നമുക്കൊരുവിധം സുഖമാണ് കേട്ടോ. ഇത് നമ്മളൊരു മോർണിംഗ് വ്ളോഗാണേ. ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ കാണുന്ന കൂട്ടത്തിൽ ഒന്നങ്ങ് ലൈക്ക് അടിച്ച് പോയിക്കോളാണ്ടി മക്കളെ. ലൈക്ക് അടിക്കാൻ മറന്നു വരുത് കേട്ടോ. നേരം വെളുത്തിട്ടേ ഉള്ളൂ മക്കളെ, മണിയാന്നേ ഉള്ളൂ. നമുക്ക് വെയിലുച്ച് വരുന്നത് കണ്ടോ. തിരുമ്പിക്കുളിയോ കഴിഞ്ഞ് വന്നിങ്ങനെ ചിക്കുക കേട്ടോ. രാവിലെ തന്നെ അതാണ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു സമാധാനമാണ്. പിന്നെ നമ്മളെ തിരക്കിൻ്റെ കൂട്ടത്തിൽ എപ്പോഴാണ് നേരം കിട്ടുക, അതുപോലെ നട്ടുച്ചൊക്കെ ആയി പോകുക. അപ്പോൾ വെള്ളത്തിനൊക്കെ ചൂടായി പോകും. ആ ചൂടുവെള്ളം ഇങ്ങനെ മേപ്പാരിനെ കാണാൻ നല്ല രാവിലെ കുളിക്കുന്നതാണ്. നിസ്കരിക്കുന്ന കാര്യം വിചാരിച്ചിട്ടാണ് മക്കളെ രാവിലെ ഞാൻ കുളിച്ചാളൽ. എന്നാൽ പിന്നെ സമയത്തിന് കയറി മേറ്റി മാറ്റി അങ്ങ് നിസ്കരിച്ചാൽ മതിയല്ലോ. മറ്റ് കുളിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ തട്ടിപ്പടിച്ച് കുളിക്കാൻ വേണ്ടേണ്ടി വരും. കുളിക്കാണ്ടാണെങ്കിൽ നിസ്കരിക്കാനും തോന്നില്ല. എന്നപ്പോൾ നേരമില്ലാതെ നേരത്തെ അയക്കും. എന്നപ്പോൾ നെട്ടോട്ടോടണം, കുളിക്കാനും വേണ്ടണം, നിസ്കരിക്കാനും വേണ്ടണം. രാവിലെ ഞാൻ കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഭാഗം ചിന്തിക്കേണ്ടല്ലോ. നമ്മളെ മേത്ത് നേജസ്സൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പണിയെടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പോയി നിസ്കരിക്കുകയൊക്കെ ചെയ്യാൻ അങ്ങ് മാറ്റിക്കാനാ പോരെ. ശരിക്കും ഇങ്ങോട്ട് തൃപ്പതിയാവില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ എല്ലാവർക്കും അത് തൃപ്പതി ആക്കിയോളണമെന്നില്ല. ഒരു ആൾക്കാരൊക്കെ തിരുമ്പി കുളിച്ചിട്ട് നിസ്കരിക്കാൻ കയറും. വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതിയല്ലോ. ശരിക്കാണെങ്കിൽ തിരക്കിട്ട പണിയല്ലേ, നമ്മൾ തന്തിയാകുള്ള പണിയാണല്ലോ. നല്ല ചൂടോടുകൂടിയുള്ള ചായ റാഹത്താണല്ലോ. അങ്ങനെ പറഞ്ഞു. ഇത് നമുക്ക് ഫിത്ർ സക്കാത്ത് കിട്ടിയ അരിയാണ് കേട്ടോ. അത് കാണിച്ചു തരാൻ മറന്നു പോയതാ. ബസുമതി റൈസാണ്. നമ്മുടെ മന്തി റൈസ് ഉണ്ടല്ലോ, അതാണ്. ഇങ്ങനത്തെ ഓരോ പേക്ക് ഓരോ പോരെയെന്ന് കിട്ടിയത്. 2.5 കിലോൻ്റെ ഒരു പേക്കാട്ടോ. ഇത് നമ്മൾ ഡ്യൂട്ടിയിൽ കയറുകയാണ് മക്കളെ. ഉച്ചക്കേക്ക് സാമ്പാറാണ്. സാമ്പാറുള്ള കഷ്ണങ്ങൾ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്ക്. ഞാൻ വരുമ്പോൾക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളോട് കട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ചായയും കൊണ്ടാണ് വന്ന് കുത്തിരുന്ന കേട്ടോ. എന്നാൽ ചായയും കുടിക്കുക, കൂട്ടത്തിൽ കഷ്ണങ്ങൾ കട്ട് ചെയ്യുകയും ചെയ്യാമല്ലോ. ചായൻ്റെ കടിയെ തലപ്പം കൂട്ടുന്നില്ല. മുത്തുണ്ട് പൂരിയും ബാജിയും ഒക്കെ ഉണ്ടാക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാൻ വിചാരിച്ചോ. കാക്കയുണ്ട് കട്ടൻ ചായ കുടിക്കാൻ വന്നിട്ട്. എന്നപ്പോൾ റിസ്ക് ഉണ്ടോക്കെ നെയ്റ്റൊന്ന് അടിച്ചു വിട്ടാൽ പൂതിയാക്കുക. ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കടി ഇല്ലാനല്ലോ ബസ്സാകിയില്ലേനോ. അങ്ങനെ പച്ചക്കറി തേച്ച് കട്ട് ചെയ്യാനാണ് ഇടിയിച്ച് പോകുന്നതാട്ടോ. തേങ്ങ വറക്കട്ടെ വെച്ചിട്ട് ചട്ടി അടുപ്പത്തേച്ച് എണ്ണ ഒഴിച്ചെടുത്തേക്കുന്നത്. ഈ കായം പുതിയ കായം കൊണ്ടുപോകുന്നതാട്ടോ. പഴയതൊക്കെ തീർന്നിക്കുന്നത്. ഇത് ഭയങ്കര ഉറപ്പാണ്. പൊട്ടിച്ചെടുക്കാൻ എന്തോ ഒരു പണി എടുത്ത് കിട്ടോ. ഈ ചൂടായ എണ്ണയിട്ട് കായം ഒന്ന് പൊരിച്ചെടുക്കണം. പലരും പല രീതിയിലേക്കല്ലേ ചെയ്യുക. ഞാൻ ചെയ്യുന്ന മോഡലൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരികയാണ്. എനിക്ക് അറിഞ്ഞൂടാത്ത നിങ്ങളടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ട് ചെയ്യാമല്ലോ. ഇത് എണ്ണയിട്ട് ഇങ്ങനെ ഒന്ന് മുരിഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ചട്ടകം കൊണ്ട് തന്നെ കുത്തിക്കുകയാണെങ്കിൽ പൊട്ടിക്കിട്ടോ. അല്ലാണ്ട് നമ്മൾ കത്തിയോട് മുറിച്ചെടുക്കാൻ ഭയങ്കര പാട് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ മുറിച്ചെടുത്തേക്കാണെങ്കിൽ പുറമെ കരിഞ്ഞാണ്ട് ഉള്ളിലൊക്കെ ഒന്നുകൂടി വെന്തിട്ടുകയും ചെയ്യണം. അത് വലിയ പീസാകുമ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് വെന്തിട്ടാണ് ഒരു പണിയല്ലേ. അങ്ങനെ കായം വറുത്ത് നമ്മൾ കോരി വെച്ചേക്ക്. നീരൊക്കെ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ 4 തേങ്ങ വറുക്കാനെടുത്തത്. പിന്നെ മറ്റേ അടുപ്പത്ത് നമ്മൾ പരിപ്പ് കഴുകി വെച്ചിരിക്കുന്നത്. അതൊരു വലിയൊരു ഒരു കോപ്പൊക്കെ പരിപ്പ് എടുത്ത് കിട്ടോ. അത് കഴുകി അടുപ്പത്ത് വെച്ചതാണ്. അതും അവിടെ ഇങ്ങനെ വീഴുന്നുണ്ട്. ഒരു ഗ്യാസുമ്മൽ 3 അടുപ്പ് കൊടുത്തതാട്ടോ. 3ാമത്തെ അടുപ്പത്തൊക്കെ നമ്മൾ വട്ടച്ചമ്പ് എടുത്തേക്കാണ് കഷ്ണങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഇടുന്ന കഷ്ണങ്ങളൊക്കെ ആദ്യം ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ വേഗം വട്ടച്ചമ്പ് അടുപ്പത്ത് വെച്ചിട്ടാണെങ്കിൽ കുറേ വെള്ളം വേണ്ടേ, അത് തളിച്ചെടുക്കുകയും വേണമല്ലോ. അല്ലെങ്കിൽ സ്പീഡ് പരിപാടി നടക്കും. അല്ലാണ്ട് എല്ലാം കൂടി കട്ട് ചെയ്ത് നമ്മൾ വെക്കാതെ നിൽക്കുകയാണെങ്കിൽ ഉച്ചായി പോകും. ഈ വെള്ളം ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ആദ്യം 2 കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിലധികം വേവുള്ള കഷ്ണങ്ങൾ ഉരുളക്കിഴങ്ങേ ഉള്ളൂ കേട്ടോ. ചേന കിട്ടിയില്ല, എന്നെക്കൊണ്ട് ചേന ഇടാനില്ല. ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ. അതിനും അധികം വേവൊന്നുമില്ല കേട്ടോ. അക്കൂട്ടത്തിൽ തേങ്ങനെ നമ്മൾ നോക്കണം. നോക്കിയില്ലേ വേഗം കരിഞ്ഞു പോകില്ല. ചെറിയ തീയിലാക്കി വെച്ചാട്ടോ. 3 അടുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തു കേട്ടോ. ആദ്യം ഇട്ട കുരുമുളക് പോരാൻ തോന്നി 2 എണ്ണ ഇട്ട് കൊടുത്തതാണ്. പിന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തേക്കുന്നത്, കറിവേപ്പില ഇട്ട് വറ്റൽമുളക് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. തോല് ഒളിച്ച് വെച്ചിരിക്കുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. വലിയ ഉള്ളിയാണ്. 2 ചീന്തിട്ടെടുത്തിട്ടാണ് വേഗം വാടി കിട്ടുമല്ലോ. അതും കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് കൊടുക്കണം. പിന്നെ പരിപ്പിൻ്റെ കാര്യം നോക്കണം കേട്ടോ. പരിപ്പിൽ ഞാൻ ഇത്തിരി എണ്ണ ഒഴിച്ചിങ്ങാനും മൂടി വെച്ചതാണ്. അതിനെക്കൊണ്ട് പറിച്ച് തൂകൂല. ഞാൻ ചുവന്ന പരിപ്പ് അടുപ്പത്ത് വെച്ചാൽ വേഗം വെന്ത് കിട്ടിയെങ്കിൽ അധികം വേവൊന്നും ഉണ്ടാവില്ലല്ലോ. അടി പിടിക്കുന്നത് നോക്കിയാൽ മതി. വേഗം വെന്ത് അടി പിടിച്ചു. നമ്മൾ 3 അടുപ്പിലൂടെയൊക്കെ പാചകം ചെയ്യുമ്പോൾ തിരെ അടി നിൽക്കാൻ തരണ്ടാവില്ല. ശ്രദ്ധ വിട്ട് പോയിട്ടോ. അടി പിടിക്കേണ്ടി പിടിച്ചു പോവുകയൊക്കെ ചെയ്യും. പിന്നെ മാറ്റി ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ തേങ്ങയിലിട്ട് കൊടുക്കുകയാണ്. ഉള്ളി കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യും. ഗ്ലൗസ് ഇട്ട് വെക്കുന്നതിലേക്ക് സ്പീഡ് കിട്ടുന്നില്ല. പിന്നെ അത് അവിടെ ഉരുട്ടിങ്ങാൻ അല്ലാണ്ട് തന്നെ കട്ട് ചെയ്ത് തേങ്ങയിലിട്ട് കൊടുത്ത് കിട്ടും. ഇതിൻ്റെ ബാക്കിയൊക്കെ അതിലിട്ടിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടി പരിപ്പിനൊന്ന് പോയി വെക്കുകയാണ്. പരിപ്പ് അടി പിടിച്ചു പോകല്ലോ ഇളക്കി കൊടുത്തില്ലെങ്കിൽ. പരിപ്പ് വെന്ത് പാകായിക്കുന്നു കേട്ടോ. ഇവിടുത്തെ ചുവന്ന പരിപ്പായ കൊണ്ട് വേഗം വെന്തിട്ടു. ഇനി നമ്മൾ വട്ടച്ചമ്പിൽ വെള്ളം വെച്ചിരുന്നല്ലോ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കണം.
സാമ്പാർപ്പൊടി ഇതൊക്കെ വേണ്ടിയിട്ടോ തൽക്കാലം ഞാൻ കുറച്ചിട്ട് കൊടുക്കുകയാണ്. എൻ്റെ പോരായൊക്കെ ബാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചതാണ്. ഇത് പ്രാവശ്യം ഞാൻ എടുത്തതിൻ്റെ ബാക്കിയാണ്. ഒരു പേക്ക് ഫുള്ളുണ്ടായിരുന്നു. ഇതിൽ 2 സ്പൂൺ അങ്ങനെ ഞാൻ എടുത്ത് വയ്ക്കുന്നു. ഇതിന് ഇത്ര സാമ്പാർപ്പൊടി മാണ്ടിയോ മല്ലിപ്പൊടി മാണ്ടിയോ എന്നുള്ള കണക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് 10-20 ആക്കൊക്കെ ഉള്ള സാമ്പാർ ഉണ്ടാക്കുന്നത്. 50 ആക്കൊക്കെ വെച്ചിരിക്കുന്നത്, 70 ആക്കൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ പോരായൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ, അധികം ഇപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കി ഉണ്ടാക്കാൻ പറ്റുമല്ലോ കറിയൊക്കെ അതിനെക്കൊണ്ട്. 3 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി എടുത്ത് കിട്ടും. ഇനി കുറച്ച് സാമ്പാർ പൊടി നമ്മൾ തേങ്ങ വറുക്കുന്ന ലാസ്റ്റ് തേങ്ങയിലും കൂട്ടും, അതുകൊണ്ട് മല്ലിപ്പൊടിയും കൂട്ടും. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുത്തിക്കുന്നത്, 1 ടേബിൾ സ്പൂണ് മുളകും പൊടി എടുത്തിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് കേട്ടോ. ഇതൊക്കെ തൽക്കാലം കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. പോരായൊക്കെ ഇനി ഇട്ട് കൊടുക്കും. പിന്നെ തേങ്ങ വറുക്കുന്നതിൽ അതിലും കൂട്ടും. അധികം ഇപ്പോൾ ഉണ്ടായിട്ട് കുറച്ച് എടുത്തിട്ട് കൊടുക്കുക കേട്ടോ. പോരായ കണ്ടമ്മക്ക് ഇനി ഇവിടെ അധികം ഇപ്പോൾ ആണല്ലോ പ്രശ്നം. പിന്നെ മുളകും പൊടി കുറച്ചത്, കുരുമുളകും നല്ലോണം ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വറ്റൽമുളക് ഉണ്ടല്ലോ, ഇവിടെ പച്ചമുളക് ഞാൻ ഉണക്കിയ മുളകായിരുന്നു, അതിന് നല്ല എരിവുണ്ട്. അതിനെക്കൊണ്ടാണ് ഞാൻ മുളകും പൊടിയും കുറച്ച് കേട്ടോ. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നില്ലേ പച്ചമുളക് പകുത്തതെല്ലാം കൂടി ഉണക്കി വെച്ചത്. അപ്പോൾ പൊടിക്കണം എന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ ഞാനത് ചെയ്തില്ല. ഇങ്ങനെ വറവ് ചെയ്യാനോ അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ എടുക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറിയിൽ പച്ചമുളക് ഇട്ട് കൊടുക്കണ്ടേ, അതിനെക്കൊണ്ട് എരിവ് ആവശ്യത്തിനൊക്കെ ഉണ്ടാകല്ലോ വെച്ചിട്ട് കുറച്ചതാണ്. അങ്ങനെ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെയും മൂടി വെച്ചതാട്ടോ. കഷ്ണങ്ങളൊന്നും റെഡി ആയില്ല. കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് ഓരോന്ന് ഇട്ട് കൊടുക്കണം. വെള്ളം തിളച്ച് വന്നിട്ടൊന്നുമില്ല, ചെറിയ തീയിൽ വെച്ചതാണ്. കൂടുതൽ തേങ്ങയും വന്ന് ഇളക്കുകയാണ്. തേങ്ങ കരഞ്ഞു വയ്ക്കുകയാണെങ്കിൽ നമ്മൾ സാമ്പാർ തന്നെ പോയി. ഇനി കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങാണ് നമുക്ക് ഫസ്റ്റ് ഇടേണ്ട സാധനം. അല്ലാണ്ട് ചേന നമുക്ക് കിട്ടിയില്ല, പച്ചക്കായ കിട്ടിയില്ല, എല്ലാ സാധനവും നമുക്ക് സാമ്പാർ വെക്കാനുള്ള കിട്ടിയില്ല. ഒക്കെ വേവ് കുറഞ്ഞ സാധനമാണ്. അതിൽ ഒത്തിരി കൂടുതൽ ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങനെ ഉള്ളൂ. വലിയ വേവൊന്നും ഉരുളക്കിഴങ്ങനെ ഇല്ല, വേഗം വേവ് ഉരുളക്കിഴങ്ങ് കേട്ടോ. ഇനി കുറച്ച് പുളി എടുത്ത് നല്ലോണം കഴുകിയിട്ട് വേണം ചുടുവെള്ളത്തിലിട്ട് പുതിർത്തി വെക്കാൻ. നല്ല ഉറപ്പായി കിടക്കുകയാണ്. പുതിർന്നെങ്കിലേ പിഞ്ഞാൽ നമുക്ക് കിട്ടും. ആ കൂട്ടത്തിൽ വലിയുള്ളി കട്ട് ചെയ്യുന്നുണ്ട്, പച്ചമുളക് കട്ട് ചെയ്യണം, തക്കാളി കട്ട് ചെയ്യണം, ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ അപ്പുറത്ത് നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് കിട്ടിയില്ല. ഒക്കെ ഞാൻ അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പോൾ തേങ്ങൻ്റെ നിട്ട് വെച്ചാൻ പറ്റില്ലല്ലോ. തേങ്ങ വറുക്കാനായിട്ട് നിന്നിക്കുകയാണെങ്കിൽ കുറേ സമയം അങ്ങനെ അങ്ങ് പോകും. ചെറിയ തീയിലിട്ട് കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഇപ്പുറത്തുനിന്ന് വേറെ പണി എടുക്കുകയും ചെയ്യാം, അക്കൂട്ടത്തിൽ തേങ്ങ ഇളക്കുകയും ചെയ്യാം കേട്ടോ. ഇട്ടേച്ച് പോകാൻ പറ്റില്ല, എരിയ തന്നെ നിൽക്കണമെന്നേ ഉള്ളൂ. നമുക്ക് സാമ്പാർ വെക്കാനുള്ള എല്ലാ കഷ്ണങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. ചേന കിട്ടിയില്ല, പച്ചക്കായ കിട്ടിയില്ല, അതൊന്നും ഇല്ലാണ്ടാണ് ഇപ്പോൾ ഇന്ന് സാമ്പാർ വെക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് വേവ് കുറഞ്ഞ കഷ്ണങ്ങളേ ഉള്ളൂ എന്ന്. നമുക്ക് ഉള്ളത് വെച്ചുണ്ടാക്കി വെക്കാമല്ലോ. ഇന്നിപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇട്ട് സാമ്പാർ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സാമ്പാർ പൊടിയും കായൊക്കെ ഉണ്ടായി തേങ്ങയും വറുത്തരച്ചിട്ടാണെങ്കിലൊക്കെ നല്ല സാമ്പാറാവും. സാമ്പാർ പൊടിയും കായത്തിൻ്റെ പൊടിയും മല്ലിപ്പൊടിയും അങ്ങനത്തെ ഒന്നും കൂടി പാടെന്ന് വെച്ചാൽ മതി. ഒക്കെ കുറച്ചിട്ട് വെച്ച് നോക്കുക. എന്നിട്ട് പോരാൻ തോന്നുക നമുക്ക് പിന്നെ കൂട്ടി കൊടുക്കാമല്ലോ. കൂടിപ്പോയാൽ കുറയ്ക്കാനാണ് അത്. അങ്ങനെയൊക്കെ വെച്ചാണ് പഠിക്കൽ. ആരും ഇപ്പോൾ അത് പഠിച്ചിട്ടല്ലല്ലോ വരുന്നത്. ഇങ്ങനെ തക്കാളി ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്, ബാക്കിയുള്ള കുറച്ച് കഷ്ണങ്ങളും കട്ട് ചെയ്ത് കിട്ടിക്കിട്ടോ. അതുകൂടിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടി പുളി പിഞ്ഞിങ്ങാൻ അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിവെള്ളം വേഗം ഒഴിച്ചെടുക്കുകയാണെങ്കിൽ കഷ്ണങ്ങൾ വെന്തോയില്ലെന്ന് പറയുന്നേക്കാം. അതുകൊണ്ടാണ് കേട്ടോ വേഗം പുളിവെള്ളം ഒഴിക്കുന്നത്. പിന്നെ കഷ്ണങ്ങൾ വെന്തൊടിഞ്ഞു പോകില്ലല്ലോ. അതുപോലെ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിരുന്നല്ലോ, അതും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ അത് അടുപ്പത്ത് നമുക്ക് ഓട്സ് കാച്ചാണ്ട് അത് അടുപ്പത്ത് ഇങ്ങോട്ട് ഇറക്കിയിട്ട് വേണം ഓട്സിന് വെള്ളം വെക്കാൻ. തേങ്ങ ആണെങ്കിൽ എല്ലാം ഉണങ്ങി വന്നിക്കുന്നത്, അതും ഓഫാക്കണം. അത് ഓഫാക്കിയിട്ട് വേണം അതിലൊക്കെ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ. സാമ്പാറിൻ്റെ പൊടി ഇടണം, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. മക്കളെ ആദ്യം വിളിച്ചത് ഞാൻ. മക്കളെ വെച്ചിട്ടാണെങ്കിൽ രണ്ടാളും വിളിയാക്കണം. അപ്പോൾ രണ്ടാളെ ഞാൻ വിളിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഉപ്പനെ വിളിച്ചറിഞ്ഞോ, പപ്പടത്തിന് വിളിച്ചറിഞ്ഞോ? അല്ലാത്തൊരു കഥ. ഇനിയിപ്പം അങ്ങനെ തന്നെ വിളിക്കണല്ലേ. മക്കളെ വിളിച്ചാലും വിളിയേക്കില്ല. പോവാ എടാ എവിടെ പോവാ? പറയേ ഈ തേങ്ങയിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. തീ കത്താത്തേയും കൂടി തേങ്ങക്കെല്ലാം ചൂടുണ്ടാകില്ല, അതിൽ കിടന്ന് ചൂടാവും കേട്ടോ. തീ കത്തിക്കേണ്ട ആവശ്യം, തീ കത്തിക്കണേ കരിഞ്ഞു പോലെ.
ഓട്സ് കാച്ചാനുള്ള വെള്ളം വെച്ച് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. പാൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണം അതിലേക്ക് ഓട്സ് ഇട്ട് കൊടുത്ത് ഏലക്കായൻ്റെ പൊടി ഇടുക, ഉപ്പ് ഇടുക കേട്ടോ. ഒന്ന് ഇളക്കി കൂട്ടി അങ്ങോട്ട് എടുത്ത് വെച്ചേക്കാണെങ്കിൽ വലിച്ചു കുടിക്കാനാകുമല്ലോ. പിന്നെ നമ്മൾ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ അതാ കട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നു, അതും ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ വേവ് കുറഞ്ഞ പച്ചക്കറികളാണല്ലോ, അതിനെക്കൊണ്ട് അധികം വേവിക്കാനൊന്നുമില്ല. ഇതിലൊക്കെ ദിവസം വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഞാൻ കെറ്റിൽ വെള്ളം വെച്ചേക്കുന്നു, ഇതിലൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അതെടുത്തിയിൽ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ കെറ്റിൽ വെള്ളം തിളപ്പിച്ചില്ല ഒഴിച്ച് കൊടുത്ത് കിട്ടുമോ. ഇനി സാമ്പാറിൻ്റെ ഒരു ചോയൊന്നും ഇങ്ങോട്ട് എത്തിയില്ല. കുറച്ചുകൂടി സാമ്പാർ പൊടി വേണമെന്നൊരു സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടി അതിലുള്ള പൊടിയോട് തട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി സാമ്പാർ പൊടി ഇല്ലെങ്കിൽ 2 സ്പൂൺ അങ്ങനെ എടുത്ത് വയ്ക്കുന്നു. ബാക്കിയുള്ള സാമ്പാർ പൊടിയൊക്കെ ഞാൻ ഇതിലിട്ട് തേങ്ങയിലായിട്ടും കറിയിലായിട്ടും ഒക്കെ ഇട്ട് കൊടുത്ത് കിട്ടോ. അങ്ങനെ നമ്മൾ ഓട്സ് കാച്ചിങ്ങാനും മാറ്റി വെക്കുകയാണ്. അത് അടുപ്പത്തേക്ക് ഇനി ചോറിന് വെള്ളം ഇടുക കേട്ടോ. ഓരോരോ അടുപ്പ് വയ്ക്കുമ്പോൾ ഓരോരോ പണി ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ സ്പീഡ് കൂട്ടിയെങ്കിൽ നമ്മളെ പരിപാടികൾ സമയം നമുക്ക് തീർന്നു കിട്ടുമല്ലോ. തേങ്ങ വറുക്കുന്നതിന് മുമ്പ് കായം പൊരിച്ച് വെച്ചില്ല. അപ്പോൾ പൊരിച്ച കായം കൂടി ഞാൻ മിക്സിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേ ചട്ട് കൊടുക്കുക, അരക്കുന്നതിനൊക്കെ കൂട്ടി ഇങ്ങനെ അരയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് പൊടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ കൂട്ടി ഇങ്ങനെ തേങ്ങ അരയ്ക്കുകയാണ്. സാമ്പാറിലേക്ക് ഒരു കെറ്റിൽ വെള്ളമോട് ഞാൻ പതിപ്പിച്ച് വന്ന് കിട്ടും. അങ്ങനെ 2 കെറ്റിൽ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ചോറിൻ്റെ വെള്ളം ഞാൻ കുറച്ചേ വെച്ചില്ല, അതിന് പിന്നെയായിട്ട് ഒഴിച്ച് പാരാടെ തിരക്ക് കഴിഞ്ഞിട്ട് വിചാരിച്ചു. അങ്ങനെ ഒരു കെറ്റിൽ വെള്ളം അതിലേക്കും ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ അതിലേക്കും വേഗം അരി ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ പരിപ്പ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം പരിപ്പ് ഒഴിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കുന്നത് ഇങ്ങനെ ഇളക്കിയാണ്ട് എടുക്കണം. അതിന് സമയമില്ലാത്തത് കൊണ്ട് പരിപ്പ് ഞാൻ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്ത്. അപ്പം കിട്ടിയോ? പപ്പടം തീർന്നതിനും ഇപ്പോൾ കാക്ക വരുമ്പം കൊണ്ടുവന്നതാട്ടോ. അതുകൊണ്ട് ഞാൻ ബീട്രൂട്ട് ഉപ്പേരി വെക്കാനുണ്ട്. ഇനിയിപ്പോൾ അത് അരിഞ്ഞിടണോ. പിന്നെ പപ്പടം പൊരിക്കാനുണ്ട്, മീൻ പൊരിക്കാനുണ്ട്, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. തേങ്ങ ഇതാക്കുന്ന അരച്ച് ഒഴിച്ച് വെച്ച് കിട്ടോ. ഇത് ജനൽ തുറന്നിട്ട് കിട്ടാം മക്കളെ, കളറ് കാണാത്ത നല്ല വെളിച്ചുണ്ടാത്തേക്ക് ജനലും വാതിലൊക്കെ തുറന്നിട്ടപ്പോൾ ഒന്നിനും കളറ് കിട്ടുകയില്ല. ജനൽ നേരാണല്ലോ തേങ്ങ വെച്ച്, അതാണ്. അങ്ങനെ തേങ്ങ കറിയിൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. മിക്സിയൊക്കെ ഒഴിച്ച് കഴുകി പാർന്നെടുത്ത് ഇനി ഇതിൽ കുറേ വെള്ളമൊക്കെ ഒഴിക്കണം കേട്ടോ. നല്ല ടൈറ്റുള്ള കറിയാണ്. പിന്നെ സാമ്പാറിന് കായത്തിൻ്റെ ടേസ്റ്റ് ഒരു കുറവുണ്ട്. ഞാൻ എണ്ണയിൽ പൊരിച്ച് വെച്ചാൽ കായ ഉണ്ടായിരുന്നല്ലോ, അത് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അല്ലാണ്ട് കായത്തിൻ്റെ പൊടിയുണ്ട് കേട്ടോ, അത് ചേർത്താലും മതി. പിന്നെ പൊരിച്ച് വെച്ച ഉള്ളതിനെ കൊണ്ട് ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അങ്ങനത്തെ പൊടിനേക്കാളും ടേസ്റ്റ് ഉണ്ടാകുക ഇതിനാ, കട്ടക്കാ ടേസ്റ്റ് ഉണ്ടാകുക. അതിൻ്റെ കൂടെ കുറച്ച് ശർക്കരയും ചേർത്തിക്കുന്നത്. സാമ്പാറിൽ കുറച്ച് ശർക്കര ഇട്ടിട്ടാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇടാത്തവരൊക്കെ ഒന്ന് ഇട്ട് നോക്കാൻ കേട്ടോ. മധുരക്കാൻ മാത്രം ഇടത് കുറച്ചേ ഇടാവും കേട്ടോ. അങ്ങനെ നമ്മളെ സാമ്പാറൊക്കെ റെഡി ആക്കുന്നത്. ഇനി അടുത്ത പരിപാടി മീൻ പൊരിക്കലും പപ്പടം പൊരിക്കലും കേട്ടോ. അങ്ങനെയൊക്കെയാണ് മക്കളെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കൽ. ഇനിയിപ്പോൾ നിങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയൊക്കെ ഉണ്ടാക്കലെന്ന് വെച്ചെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. എനിക്കൊന്ന് മാറ്റം വരുത്തി നോക്കാമല്ലോ.
നമ്മൾ ചട്ടിയൊക്കെ ഈ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. പപ്പടം പൊരിക്കാനുള്ള എണ്ണ ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഉപ്പേരിക്കുള്ള ബീട്രൂട്ടൊന്ന് ചെത്തി വെക്കണം കേട്ടോ. ഓരോരോ പണി എടുക്കുന്ന കൂട്ടത്തിൽ ഇപ്പുറത്തുനിന്ന് വേറൊരു പണിയോട് ചെയ്തിരിക്കുകയാണെങ്കിൽ വേഗമായി കിട്ടുമല്ലോ. അങ്ങനെ ചട്ടി ചൂടായപ്പോൾ നമ്മൾ ഉപ്പേരിൻ്റെ അവിടെ മാറ്റി വെച്ചിരിക്കുന്നത് പപ്പടം പൊരിക്കുകയാണ്. ഇനിയിപ്പോൾ ഓംലേറ്റിൻ്റെ ഉള്ളി കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ കാണും മക്കളെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ. ഈ വീഡിയോ കുറച്ച് ലെങ്ത്തായി പോയത് സാമ്പാറായത് കൊണ്ടാട്ടോ. ഞാൻ പറഞ്ഞില്ലേ സാമ്പാർ വെക്കാൻ കുറേ അധ്വാനമുണ്ട്. തേങ്ങ വറുത്തരക്കുകയും കഷ്ണങ്ങൾ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാൻ ഒരുപാട് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. ആരും ഒന്നും വിചാരിക്കരുത്, സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളാണ്ട് ഈ വീഡിയോ. ഈ ഉള്ളി നമ്മൾ ഓംലേറ്റിനുള്ളത് കട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഓട്സ് ഉണ്ട് കാച്ചി വെച്ചത്. ഒരു ഗ്ലാസ് കുടിച്ചാൽ റാഹത്താണല്ലോ. ചെടുത്ത് വെച്ചിരിക്കുന്നത് കുടിക്കാനുള്ള നേരം കിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടി എപ്പോഴെങ്കിലും അതും കുടിക്കണം. എന്തെല്ലാം ഉണ്ട് നോക്കി മക്കളെ. ഇങ്ങനെ ഹോട്ടലിൽ പോയാൽ അവരെ കിട്ടുക അത്രയ്ക്ക് സാധനം ഉണ്ട്. മീൻ പൊരിച്ച് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഓംലേറ്റ് ഉണ്ടാക്കി കേട്ടോ. എന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ മീൻ പൊരിച്ച് കൂട്ടുമ്പോൾ നിങ്ങൾ ഓംലേറ്റ് കിട്ടില്ല, മീൻ പൊരിച്ച് കൂട്ടും. അങ്ങനെ 4 കഷ്ണം മീൻ പൊരിച്ചുണ്ട്. 4 മുട്ട ഒന്നായിട്ട് അടിച്ച് ഓംലേറ്റ് ആക്കിയിട്ടുണ്ട്. കറിയിലിട്ട് പച്ചക്കറി മുഴുവനും ഉണ്ട്, തൈരും ഉണ്ട്. ഫോൺ എടുക്കൂല.